പാമ്പ് പേടിയൊഴിയാത്ത കേരളം. ഇന്ന് 7 പേർക്ക് കൂടി പാമ്പ് കടിയേറ്റു. കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 2 പേർക്ക് വീതമാണ് കടിയേറ്റത്. തിരുവനന്തപുരം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിൽ ഓരോരുത്തർക്കും പാമ്പ് കടിയേറ്റു. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടി. കാരശ്ശേരിയിൽ അങ്കനവാടിക്ക് സമീപത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്ത് വ്യാപകമായ തോതിലാണ് പാമ്പുകടി റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, തലനാരിഴയ്ക്കാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത്. ഇന്ന് കുറ്റ്യാടിയിൽ 5 പാമ്പുകളെയാണ് ഒരു വീട്ടിൽ നിന്ന് പിടികൂടിയത്. മാധു, തീർച്ചയായും സംസ്ഥാനത്ത് പാമ്പ് ഭീതി ഒഴിയുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. സംസ്ഥാനത്ത് ഇന്ന് മാത്രം 7 പേർക്ക് പാമ്പ് കടിയേറ്റു. അത് കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 2 പേർക്കും, തിരുവനന്തപുരം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിൽ ഓരോ ആളുകൾക്ക് വീതമാണ് ഇന്ന് പാമ്പ് കടിയേറ്റത്. വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം എന്നതാണ് വനവകുപ്പും ഒപ്പം ആരോഗ്യവകുപ്പും അറിയിക്കുന്നത്. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് സ്വദേശിയായ 65 വയസ്സുകാരനാണ് ഇന്ന് പാമ്പ് കടിയേറ്റത്. ഒപ്പം മലപ്പുറം ഇടപ്പാളിൽ 21 വയസ്സുകാരിക്കും പാമ്പ് കടിയേറ്റു. ആലപ്പുഴയിലേക്ക് വന്നാൽ പള്ളിപ്പാട്ട് സ്വദേശിയായ അധ്യാപികയ്ക്കാണ് പാമ്പിന്റെ കടിയേറ്റത്. മാധവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ നിന്ന് 5 പാമ്പിനെയാണ് പിടികൂടിയത്. ഈ കിടപ്പുമുറിയിൽ നിന്നാണ് 5 പാമ്പിനെ പിടികൂടിയത്. ഈ ചൂട് കൂടിയതോടുകൂടി തന്നെ ഈ ആളുകൾക്കിടയിലേക്ക് പാമ്പ് എത്താനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് വനംവകുപ്പ് ഉൾപ്പെടെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത വേണം. ഒപ്പം പാമ്പ് കടി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രികൾക്കും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക ജാഗ്രത കാഷ്വാലിറ്റിയിൽ എത്തുന്ന ഓരോ കേസുകളിലും വേണം. ആന്റിവനം നൽകുന്നതിലും ഒപ്പം തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിലും പ്രത്യേക മുന്നൊരുക്കങ്ങൾ വേണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.